മാതാവേ. ജോസച്ച, ജോസച്ച, നമുക്ക് ഈ ഉള്ളതൊക്കെ കൊണ്ട് ഞാനും കുഞ്ഞുങ്ങളും കഞ്ഞി കുടിച്ച് കിടന്നോളാം ജോസച്ച. നിങ്ങളായിട്ട് വെറുതെ 100 തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു വഴിക്കിറങ്ങാൻ നേരത്ത് കൊണ വെച്ചുകൊണ്ട് വന്നേക്കല്ലേ. ഉച്ച തിരിയുമ്പോ തമ്പി ഈപ്പും കൊണ്ട് വരും. നീ നിങ്ങളെ കൊണ്ട് ഉടുമ്പൻചോലയ്ക്ക് മാറിക്കോണം. ഞാൻ വന്ന് വിളിക്കും. അപ്പൊ പോന്നേച്ചാ മതി. ആ പോയേക്കുവാ. എല്ലാം കയറ്റിയോടാ? ആ കയറ്. 10ാം മൈൽ ചെക്കിംഗ് ഉണ്ട്. വനത്തിൽ കൂടെ പിടിച്ചോ. ഹലോ ഹലോ. ഓവാ. ഓ ശരി ശരി ശരി. ഓവാ സിസ്റ്ററാ, ജോസ് പോന്നിട്ടുണ്ടെന്ന്. വനത്തിൽ എങ്ങനെയാ ജോസേ, മഴ ഉണ്ടോ? ആ തോർച്ചയാ. ആണോ? നീ പോരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഉണ്ടേ വാ കേറ്. ചേട്ടാ പൊക്കിക്കോ. ഓ ഓ അങ്ങോട്ട് തള്ളിയിട്ടോ. அம்மா முடிஞ்சாச்சு. சரி. கம்பன் சிட்டில என்ன படம் போட்டிருக்குன்னு தெரியுமா? தெரியலையே. சிவாஜி. போலாமா? നമസ്തേ. നമസ്തേ. ജോസ് എന്നാ ഇവളോട്? അയ്യോ ഞാൻ ചുമ്മാ നല്ല ചായ. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ചായ കൊടുക്കാറുള്ളൂ. ഓ ചായ മാത്രമേ കൊടുക്കാറുള്ളൂ. സേതു വിളിച്ചിരുന്നു. ജോസ് സാധനം എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ആലുവയിൽ എത്തിയാൽ ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ഇറങ്ങും. അവിടുന്ന് ജോസ് വണ്ടിയും കൊണ്ട് പോകും. കൃത്യം 4 മണിക്ക് വണ്ടി തിരികെ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു തരും. അങ്ങനെയാ സേതു പറഞ്ഞിരിക്കുന്നത്. ജോസ് കേറിക്കോ. ജോസിപ്പ പിന്നെയും വിളിച്ചായിരുന്നു. വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡൌണിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ஐயா நான் இன்னைக்கு பேசி முடிச்சிடுறேன். ஐயா ஐயா நான் அப்புறம் கூப்பிடுறேன். ஓகே. വാടാ. അന്നമോ ഞാൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല അഡ്വാൻസ് മറ്റേ ഫ്ലാറ്റിന്റെ. ഓക്കെ ഓക്കെ താങ്ക് യു. മിസ്റ്റർ പുരുഷോത്തമ പിള്ള, ഞങ്ങള് ഐ മീൻ അടുപ്പമുള്ളവർ അപ്പിച്ചായിന്ന് വിളിക്കും. ഹലോ, ഞാൻ വിളിച്ചോളാം. ഡ്രൈവർ രാജ്മോഹൻ. നീ മറ്റേ ഗോഡൌണെല്ലാം കാണിച്ചു കൊടുത്തായിരുന്നോ സാറിന്? ആ ചെവിട്ടലൊക്കെ പുള്ളിക്ക് വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് വാങ്ങിച്ചോണം. പേരെന്നാ പറഞ്ഞ? രാജ്മോഹൻ. ഇവിടെ രേഖ. എവളോ വന്ന് കണ്ടോളൂ. വിളിപ്പിച്ചോണ്ടാ മതി. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാലോ. ജോസ് കമ്പിളിയുണ്ടൻ ജോസ്. അവിടെയാളാ. വാടാ
അപ്പൊ കണ്ടുവെച്ചേ പോകത്തുള്ളൂ നിങ്ങണ്ട ഒറ്റ വാശിയിലുള്ള നിപ്പാണ് കാഴ്ച പോലെ അയ്യോടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ കോപ്പാ ചെയ്യണ്ടേ? നിങ്ങൾ ചുമ്മാ കൂന്ന് മൂളിയാ പോരാ. അപ്പച്ചായിക്ക് അറിയാൻ മേലണ്ടല്ലോ ഊരും വാരി പിടിച്ചോണ്ട് കളിയാ ജോസി കളിച്ചോണ്ടിരിക്കുന്നേ. ഇതായി എനിക്ക് അപ്പച്ചായി നിൽക്കുന്നുണ്ടോ? വേണ്ടേ കൊല്ലം 10-20 നിങ്ങൾക്കും നിങ്ങളുടെ സേവ് സാറിനും വേണ്ടി ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടക്കുന്നു. എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോളോണി കൊണ്ട് കെട്ടി താത്തി തരുമ്പോ നിങ്ങളൊരു കെട്ടറിഞ്ഞു തരും. എന്നാടാ പറ്റി ഇത് ഇന്നൊന്നും പറഞ്ഞു. എന്നിട്ട് അതേന്നെ കിള്ളിയും കീറിയും കണ്ടത് എണ്ടിക്കും നാറിക്കും ഫോറസ്റ്റുകാർക്കോ കഴിവേറ്റി കഴിയുമ്പോ കൊടുക്കാൻ തന്നെ യോജന എന്നതാ മിച്ചം. ഒന്ന് ഊട്ടിക്കേ. തുപ്പിക്കോ ഇതും കൂടെ ഉള്ളൂ. ഇനി തുപ്പിക്കുകയല്ലേ യോസ്. ഇത് ഒടുക്കത്തെയാ. ഇത്തവണത്തെ കൊണ്ട് യോധ നിർത്തുക നിങ്ങളുമായിട്ടുള്ള ഇടപാട്. അപ്പൊ കാണാം യോധ ആരാണം. അല്ല പിന്നെ ജോസേ ഇതൊന്ന് ഉടുപ്പിച്ചേ. ഈ മുണ്ടൊന്ന് ഉടുപ്പിക്കാന്. നിന്റെ ചേട്ടായി കമ്മിളി കണ്ട പാപ്പി ഇപ്പൊ എവിടെണ്ടാവൻ? കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത്. അങ്ങ് സിമോഗയിൽ വെച്ച വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു 4-5 അടി മുന്നില് അപ്പിച്ചായി പുറകില്. അങ്ങനാ പാറയുടെ മണ്ടക്കോട്ട് അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ കാലൊന്ന് തെന്നി. കയ്യിലിരുന്ന ഇരട്ടക്കുഴലിന്റെ കാഞ്ചല് ഇത് വിരലൊന്ന് പാളി നിറയായിരുന്നു. അതെ ഈ വലുപ്പത്തിലുള്ള പീസാണ് തെറിച്ചത് പാപ്പിയുടെ നടുവേന്ന്. ജോസേ എടാ അന്ന് ഏതാണ്ട് ഏറെക്കുറെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിക്ക്. അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ പുരുഷോത്തമൻ പിള്ള സാറേ. വേണ്ടേ 4 കൽപ്പിച്ചുള്ള നിലയായോസ്. ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലേലും ശരി യോസ് സേതു സാറിനെ കാണും. കണ്ടേ ഒക്കത്തുള്ളൂ, കണ്ടേച്ചേ പോകത്തുള്ളൂ യോസ്. ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കണ്ടോന്റെ അപ്പിച്ചായി. ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും കഞ്ചാവ് തോട്ട് നടത്തുന്നതിന്റെയും സകലമായ ചരിത്രങ്ങൾ അറിയുന്നോനാ യോസ്. ഓർത്തോ പിണക്കിയാ പിന്നെ പാമ്പാ ആണല്ലേ യോസ്. വേണ്ടേ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഭദ്ര കാർ അയച്ചോളൂ. നീ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്താൽ മതി. ശരി.